എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി.ജെ.പി വിട്ട് കോൺഗ്രസ് പാളയത്തിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ വീണ്ടും ബി.ജെ.പിയിലോട്ട് തിരിച്ചു വരുന്നുള്ള സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനാസ്പദമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആങ്കർ സുരേന്ദ്രനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടു, ബി.ജെ.പി ട്രൈ ചെയ്തില്ല, അതായത് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ ബി.ജെ.പി ട്രൈ ചെയ്തില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ സുരേന്ദ്രൻ വളരെ സൗമ്യമായിട്ടാണ് അതിനെ ആൻസർ ചെയ്തത്. സുരേന്ദ്രൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപിന് പലപ്പോഴും തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പോഴൊക്കെ പാർട്ടി ശാസിച്ചിട്ടുമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത്. പിന്നീട് അദ്ദേഹം തെറ്റുതിരുത്തിയെന്ന് തോന്നിയപ്പോൾ പാർട്ടി അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തു, അതായത് സ്ഥാനമാനങ്ങൾ കൊടുത്ത് പാർട്ടി ചേർത്ത് നിർത്തി. എന്നിട്ടും അദ്ദേഹം പാർട്ടി വിട്ടതിന് കാരണം അപ്പോൾ ബി.ജെ.പി അല്ല സുരേന്ദ്രനും അല്ല. അത്തരത്തിലുള്ളൊരു ആൻസറാണ് സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്നത്. അതായത് ബി.ജെ.പി മാക്സിമം ട്രൈ ചെയ്തിരുന്നു, സന്ദീപിനെ പാർട്ടിയോട് ചേർത്ത് നിർത്തിയിരുന്നു, പക്ഷേ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ പോയതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? സുരേന്ദ്രൻ അതിശക്തമായ രീതിയിലല്ല സന്ദീപിനോട് പെരുമാറുന്നത്. സന്ദീപിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ബി.ജെ.പിയുടെ സുരേന്ദ്രൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു അതിശക്തമായ രീതിയിലല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? സന്ദീപ് വാര്യർ വീണ്ടും ഇനി എപ്പോഴെങ്കിലും ബി.ജെ.പിയുടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇരുകൈ നീട്ട് സ്വീകരിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതായത് CPM മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പി വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ആര് പോയി കഴിഞ്ഞാലും പാർട്ടി വിട്ട് കഴിഞ്ഞാലും അവരോട് സൗമ്യമായിട്ടേ സംസാരിക്കൂ. അവരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആരും ബി.ജെ.പിക്കാർ അങ്ങനെ കാണാറില്ല. ബി.ജെ.പി RSS ആരും അവരുടെ ഒരു ഐഡിയോളജി അല്ല അത്. മറ്റു പാർട്ടികളിൽ നിന്ന് നോക്കുമല്ലോ, CPM എന്നൊക്കെ ആരെങ്കിലും ഒരാൾ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? പിറ്റേ തന്നെ ഇനോവ വരും, കൊടിസേനി പോലത്തെ ആൾക്കാർ വരും, 51 വെട്ടും തുണ്ടം പീസാക്കി മാറ്റും. അതാണ് CPM സംഭവിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും അവരുടെ സൈബർ ടീമൊക്കെ അവരെ മാക്സിമം നാറ്റിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഐഡിയോളജിയിലെ പാർട്ടിയാണ് ഈ കോൺഗ്രസും CPM ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അത് ബി.ജെ.പി എന്തുകൊണ്ടാണ് വ്യത്യസ്തമാക്കുന്നത്? ബി.ജെ.പിയെ ഇന്ന് 2 തെറി പറഞ്ഞ് ബി.ജെ.പി നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് 2 തെറി പറഞ്ഞ് ബി.ജെ.പി ഇന്ന് ഇറങ്ങിപ്പോയ ഒരാളോട് എന്താ പറയുക, സൗമ്യമായ രീതിയിൽ എല്ലാവരും പെരുമാറും. അതാണ് അവർക്കറിയാം. പാർട്ടി എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ അവസരങ്ങളും നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരാണ് ബി.ജെ.പി. നമുക്കൊരു ഉദാഹരണം തന്നെ പറയാം. കാശ്മീരിൽ മറ്റേ PDP ഒക്കെ ആയിട്ട് ഭരിച്ചില്ലേ ബി.ജെ.പി? അതായത് ഒന്ന് ആലോചിക്കുക, ഇവിടെ കേരളത്തിൽ ബി.ജെ.പി SDP ഭരിക്കുന്ന ആലോചിക്കുക. അത്രയും മറ്റേ വിഘടനവാദികളാണ് ഈ PDP. അവരോട് കൂടെ പോലും ബി.ജെ.പി ഭരിച്ചിരുന്നത്. അതാണ് ബി.ജെ.പി ഏത് അവസരവും അർദ്ധാവസരം പോലും ബി.ജെ.പി ഉപയോഗിക്കും. അതാണ് ഈ പാർട്ടിയുടെ ഇത്ര സ്ട്രോങ് പൊസിഷൻ, അതായത് ഇന്ത്യ എല്ലാ സംസ്ഥാനത്തും പടർന്ന് പന്തലിച്ച് നിൽക്കാനുള്ള കാരണം ആ പാർട്ടിയുടെ ഐഡിയോളജിയും പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ബി.ജെ.പി. അപ്പോൾ ആര് പാർട്ടി വിട്ട് കഴിഞ്ഞാലും എപ്പോഴും തിരിച്ചു വരാം. അവരോട് ഒരു വൈരാഗ്യ മനോഭാവത്തോടു കൂടി ഒരിക്കലും പെരുമാറാണ്. ഒരു കേരളത്തിൽ ചെറിയ എക്സാമ്പിൾ പറയാം. ബി.ജെ.പിയുടെ സമുന്നത നേതാവായിരുന്ന രാമൻപിള്ള സാർ, അദ്ദേഹം പാർട്ടി വിട്ടു പോയി. പിന്നെ പാർട്ടി വിട്ടു പോയിട്ടും അദ്ദേഹത്തോട് സൗമ്യമായ രീതിയിലാണ് പാർട്ടി വിട്ടു പോയിട്ട് വേറെ പാർട്ടിക്ക് രൂപീകരിച്ചു, പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ആ പാർട്ടി വിട്ടു പോയപ്പോഴും അവരോടുള്ള മനോഭാവം എന്ന് വെച്ചാൽ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള എല്ലാം വിഷയാധിഷ്ഠിതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ബി.ജെ.പി നോക്കിക്കാണുക. അപ്പോൾ ഇതേപോലെ സന്ദീപ് വാര്യർ എപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും പാർട്ടിയിലെടുക്കും. അതാണ്. അപ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നതാണ്, എന്താ പറയുക, ആ വാക്കിൽ ഒളിച്ചു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് അധികം ക്രിട്ടിസൈസ് ചെയ്യാതെ, സന്ദീപ് വാര്യരെ അധികം ക്രിട്ടിസൈസ് ചെയ്യാത്തതിന് പിന്നിൽ ചിലപ്പം ഇദ്ദേഹം ഭാവിയിൽ തിരിച്ചു വരാമെന്നുള്ള ഒരു ഇത് മുന്നിൽ കണ്ടിട്ട് തന്നെ ആവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനോരമയിലൊരു വാർത്ത വന്നിരുന്നു, സന്ദീപ് വാര്യരെ കോൺഗ്രസ് തൃശ്ശൂരിൽ ഫീൽഡ് ചെയ്യാൻ പോകുന്നു. എന്തിനെന്നറിയോ? അതായത് അവിടുത്തെ 2026 അസംബ്ലി ഇലക്ഷനിൽ സന്ദീപ് വാര്യരെ തൃശ്ശൂർ നിർത്തി വിജയിപ്പിച്ചത് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫീൽഡ് ചെയ്യാൻ പോകുന്നുവെന്ന്. അതിനവർ കാണുന്ന ഒരു തിയറി എന്താണെന്നറിയോ? അതായത് സന്ദീപ് വാര്യർ ഒരു ഹിന്ദുവാണ്. അപ്പോൾ 2024 ലോക്സഭ ഇലക്ഷൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. അതായത് 2ാം സ്ഥാനത്ത് മുരളീധരനും, 3ാം സ്ഥാനത്ത് VS സുനിൽകുമാറും. 2ാം സ്ഥാനത്തുള്ള മുരളീധരനും 1ാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയും തമ്മിൽ 14,000 വോട്ടിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി കണ്ടെത്തിയത് ക്രിസ്ത്യൻ വോട്ട് ഒരുപാട് മുരളീധരന് കിട്ടി. അപ്പോൾ ഹിന്ദു വോട്ട് മെജോറിറ്റിയും പോയത് സുരേഷ് ഗോപിക്ക് ആണെന്നുള്ള കണ്ടെത്തലാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അപ്പോൾ വാര്യരെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വാര്യർക്ക് ആ തൃശ്ശൂർ മേഖലയിലേക്ക് നല്ല പിടിപാടായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ബി.ജെ.പിയുടെയും സംഘത്തിൻ്റെ കോപ്പറേഷൻസ് നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സന്ദീപ് വാര്യരെ ഈ തൃശ്ശൂർ നിയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ കുറേ ഹിന്ദു വോട്ടുകൾ, സുരേഷ് ഗോപി കിട്ടിയ കുറേ ഹിന്ദു വോട്ടുകൾ വാര്യർക്ക് കിട്ടും. അതുമാത്രമല്ല കുറേ ക്രിസ്ത്യൻ വോട്ടുകളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ 14,000 എന്ന ലീഡും മാറ്റാം. പിന്നെ അത് മാത്രമല്ല 2026 ആകുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുള്ള ഒരു നെറേറ്റീവ്, അതായത് ആ ഒരു സെറ്റപ്പിലോട്ട് വരും. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താണ്, ബി.ജെ.പി ജയിപ്പിക്കാതെ ജയിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യും. അതായത് കോൺഗ്രസ് ആണല്ലോ ജയിക്കാൻ പോകുന്നത്, അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു കണക്ക് കൂട്ടൽ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് വാര്യരെ അവിടെ ഫീൽഡ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു, മനോരമ റിപ്പോർട്ട് ചെയ്തേ. പക്ഷേ ആ വാർത്ത വന്നതിന് ശേഷം അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് വാര്യർ ഇവിടെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വാര്യരുടെ പഴയ ഡിങ്കോൾഫി കഥകളൊക്കെ ഞങ്ങൾ പുറത്ത് വിടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത്
അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. വാര്യർ ഒരു കാരണവശാലും തൃശ്ശൂർ ഫീൽഡ് ചെയ്യാൻ പാടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നു. അതായത് ഈ ഷാഫി പറമ്പിലടക്കം ആയിട്ട് നല്ല അടിയാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ. അതായത് ഷാഫി പറമ്പിൽ വി ഡി സതീശനൊക്കെ മുൻകൈ എടുത്തിട്ടാണ് വാര്യറെ BJP നിന്ന് ചാടിച്ച് കോൺഗ്രസിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് അദ്ദേഹത്തിന് നല്ല ഓഫർ കൊടുത്തിരുന്നു. അതായത് എന്താ പറയുക, KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വക്താവ് സ്ഥാനം കിട്ടിയത്, കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഭീഷണിയിലൂടെ നേടിയെടുത്താണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഇദ്ദേഹത്തിന് സന്ദീപ് വാര്യർക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം നല്ല ഹെവി ടാസ്കുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യം വെച്ച ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ഒരുപാട് നല്ല ഹൈ പ്രൊഫൈൽ ആൾക്കാരെ ചാടിക്കുക BJP എന്ന്. പക്ഷേ അത് നടന്നില്ല, മാക്സിമം ട്രൈ ചെയ്തു. പിന്നത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭ ഭരണം പിടിക്കുക, കുറേ കൗൺസിലർമാർ ചാടിച്ച് ഭരണം പിടിക്കുക. അതും നടന്നില്ല, രണ്ടും പാളി. പക്ഷേ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് വക്താവ് സ്ഥാനം കൊടുത്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് ഇനി കോൺഗ്രസ് പാർട്ടിയിലോട്ട് വരാൻ നിൽക്കുന്നവർക്കൊരു മെസ്സേജ് ആയിരിക്കും. അതായത് ഞങ്ങളിനി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് കിട്ടാനോ, ഇപ്പം പോയി വാര്യർക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുപോലെ തന്നെ ഞങ്ങളും ചവറ്റുകൊട്ടയിൽ എറിയെന്ന് വരാൻ നിൽക്കുന്ന കോൺഗ്രസിലോട്ട് ചാടാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും. ആ തോന്നൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇരു മനസ്സോടുകൂടി, അതായത് കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന വക്താവ് സ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ചാനൽ ചർച്ചയിലേക്ക് അദ്ദേഹം വിളിച്ചു കൂകുന്നത് മുമ്പ് അദ്ദേഹം പറഞ്ഞ എല്ലാം തിരിച്ചടിക്കുകയാണ്. ഇപ്പം ചാനൽ ചർച്ചയിൽ പോയിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന CPM-നായാലും BJP-ക്കാർക്കായാലും അദ്ദേഹത്തിന് അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് അലക്കിയാൽ മതി, ഒന്നും വേണ്ട, കണ്ടം വഴി ഓടും വാര്യർ. അപ്പോൾ എന്ത് തന്നെയായാലും ഇദ്ദേഹം പാർട്ടിയിലോട്ട് തിരിച്ചു വരുന്നില്ല ഒരു സൂചനയുണ്ട്. അതായത് എന്തായാലും CPM-ലോട്ട് പുള്ളി പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇൻ കേസ് തൃശ്ശൂർ മത്സരിച്ചാൽ തന്നെയും അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്നറിയാം, അതായത് ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ക്രിസ്ത്യൻസ് അടുത്ത് 2026 അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ മുൻപം വിഷയം അത് ഇരു പാർട്ടികളും സ്വീകരിക്കുന്ന എന്താ പറയണ്ടേ, ഈ അമിതമായ ഇസ്ലാമിക പ്രീണനം, മറ്റു മതസ്ഥരെ അവജ്ഞയോടുകൂടി അവഗണിക്കുന്ന ഒരു നിലപാട്, ഇതൊക്കെ കാരണം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശരിക്കും ഈ രണ്ട് മുന്നണികളും മടുത്തുപോയി. കേരളത്തിലെ മീഡിയ എന്ത് അജണ്ട സെറ്റ് ചെയ്താലും, എന്ത് നെറേറ്റീവ് സെറ്റ് ചെയ്താലും ശരിക്കും ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ഇപ്പോഴും അറിയുന്നുണ്ടോ? ഇപ്പോൾ ഇവന്മാരെ ഈ ടെലിവിഷൻ ചർച്ചയൊന്നും ആരും കണ്ടിരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാം വരുന്നുണ്ട് ദിവസവും, എല്ലാ ചർച്ചകളും എന്താ പറയണ്ടേ, അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇന്ന്. അവർക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങൾ ഈ കേരളത്തിലെ മാപ്രകളെ ഒരാളും വിശ്വസിക്കുന്നില്ല എന്നാണ്. അവർ പറയുന്നതെല്ലാം നുണകളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ആരും ഇവന്മാർ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരിന് എന്ത് നെറേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാലും 2026 എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ അധികാരത്തിലേറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. അവിടുത്തെ ക്രിസ്ത്യൻസ് സന്ദീപ് വാര്യർക്ക് വോട്ട് ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ സുഡാപ്പികൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സുഡാപ്പികൾ എന്തോരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവന്മാരെ മൈൻഡിലുണ്ടാവും. അപ്പോൾ സുഡാപ്പികളും ഈ വാര്യർക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വാര്യരുടെ കാര്യം കട്ടപ്പുകയാവും. അവിടെ 3-ാം സ്ഥാനത്ത് ഉറപ്പാണ്. BJP സുഖമായിട്ട് ജയിച്ചു കയറും. തൃശ്ശൂർ അസംബ്ലി സീറ്റിൽ സുഖമായിട്ട് ജയിച്ചു കയറും. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വാര്യരുടെ പ്രശ്നം. ഇൻ കേസ് BJP-ലോട്ട് വന്നാൽ തന്നെ എന്താ പറയുക, എന്തായാലും വലിച്ചെറിഞ്ഞ് പോയതല്ലേ. എന്ത് കഴിഞ്ഞാൽ പഴയ ആ ഒരു സ്ഥാനമാനങ്ങളോ പഴയ ഒരു സ്വീകാര്യതയോ പുള്ളിക്ക് കിട്ടില്ല. കിട്ടാൻ വേണ്ടി ഇവിടെ പുള്ളി എന്ന ഗിമ്മിക്കുകളൊക്കെ ഇറക്കും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം എന്താ പറയുക, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സുകാരനെ ചവിട്ടി പുറത്താക്കുക അല്ല, ഇനി അദ്ദേഹം സ്വയം എന്താ പറയുക അവിടെ വിട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തൃശ്ശൂർ സീറ്റ് കിട്ടുമോ എന്ന് കണ്ടിരിക്കുക. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഇട്ട് കൊടുക്കുന്നതാണ്. അതെന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ BJP-യിലേക്ക് ചാടാൻ നിൽക്കുന്നവരൊന്ന് സ്വാധീനിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്, ഈ കോൺഗ്രസ്സുകാരനെ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് BJP ചാടിയ സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ സീറ്റ് ഓക്കെ, ഞങ്ങൾ ചാടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നില്ല ആ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിനെ എടുത്ത ഒരു സംഭവമാണ്. പക്ഷേ അദ്ദേഹത്തെ കൊടുക്കാൻ സാധ്യതയില്ല. ഇത് അവന്മാർ പൊട്ടന്മാരാണ്, അവന്മാർക്കും അറിയില്ല കാര്യങ്ങൾ. അപ്പോൾ എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം സന്ദീപ് വാര്യർ ഭാവി എന്താണെന്ന്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.